ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പുൾമിയപ്പ് കേക്ക് എന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇനി നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അതിനു മുമ്പായി ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എന്ന ഓപ്ഷൻ വെക്കാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഞാനിവിടെ ചെറിയ 2 കേക്കാണ് ആക്കിയിട്ടുള്ളത്. അത് മുറിച്ചതിന് ശേഷം ഇതുപോലത്തെ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ടർ ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇതൊന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് തിക്കും ഫ്ലഫി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാച്ചി തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 40 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, സെറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് പാന് വെച്ചിട്ട് ഇതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രഷ് ക്രീം കൂടെ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാച്ചി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാച്ചി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞങ്ങൾക്ക് കടലക്ക മിഠായി തയ്യാറാക്കി എടുക്കേണ്ടത്, ഞാൻ ഇവിടെ ഏകദേശം ഒരു 5 ടീസ്പൂണോളം ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്യാം കേട്ടോ, ഓവർ കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഏകദേശം നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം മാത്രം ഇതിലേക്ക് കുറച്ച് ഏകദേശം ഒരു 1 ടീസ്പൂണോളം ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മെൽറ്റ് ആയതിന് ശേഷം മാത്രം. അപ്പോൾ ഇതിൻ്റെ കരിഞ്ഞുപോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ബട്ടർ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് അലിയിച്ച് വെക്കണം. അപ്പോൾ ഒരു ലൈറ്റ് ക്രീം കളറാണ് നമ്മുടെ ഇതിന് ഉണ്ടാവല്. അപ്പോൾ ആ ഒരു കളർ വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ആക്കാം. അപ്പോൾ ഒരു ലൈറ്റ് ക്രീം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റോസ്റ്റഡ് അല്ലെങ്കിൽ സാധാ കടല ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ ബട്ടറിൻ്റെ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് കാരമൽ സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി 1/4 കപ്പിൻ്റെ പകുതി വെള്ളം എടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അലിയിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ നമുക്കിതൊന്ന് നന്നായിട്ട് അലിയിച്ച് എടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ, കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബട്ടർ നന്നായിട്ട് അലിയിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യുക, കാരണം പെട്ടെന്ന് തന്നെ ഇത് പഞ്ചസാരൻ്റെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ട്രെൻഡിങ് ആയ പുൾമിയപ്പ് കേക്ക് ട്രൈ ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയം തന്നെ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ക്രീമി ടെക്സ്ചർ ആവുന്ന വരെ നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കാരമൽ സോസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞങ്ങൾക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ കേക്ക് ഞാനിവിടെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കണം. സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ഗ്ലാസ് പാലിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അലിയിച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ, നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നന്നായി സോക്ക് ചെയ്യുക. സോക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ലെയറിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട് ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആദ്യം സെയിം നമ്മൾ ഫസ്റ്റ് ലെയറൊക്കെ ചെയ്ത പോലെ തന്നെ സെയിം റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ പൈപ്പിംഗ് ബാഗിലാണ് വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുണ്ട്. അതാണ് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ആദ്യം ക്രീം
അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ 4 ലെയറിലാണ് കേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എത്ര ലെയറും ചെയ്യാം. പിന്നെ ഞാനിവിടെ കുറച്ച് സോസും നട്ട്സൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ഗനാച്ച്, കടലക്ക മിഠായി, ചോക്ലേറ്റ് ചിരണ്ടിയതും പിന്നെ കാരമൽ സോസും. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. പിന്നെ കടലക്ക മിഠായും അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് കേക്ക് വെച്ചിട്ട് സെയിം മെത്തേഡ് നമ്മൾ ആദ്യം ചെയ്ത അതേ മെത്തേഡിനെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് സോക്ക് ചെയ്യുക. സോക്ക് ചെയ്താൽ മാത്രമേ നല്ല സോഫ്റ്റ് കേക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ കാരമൽ സോസും പിന്നെ ചോക്ലേറ്റ് ഗനാച്ചയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് യൂസ് ചെയ്യാം. പിന്നെ ടോഫി വെച്ചിട്ടുള്ള സോസും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ലെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ഷീറ്റാണ് ആവശ്യം. അപ്പോൾ ഇത് സാധാരണ കേക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ സൈസ് അനുസരിച്ച് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് ഇതിന് കണക്കായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഇതൊരു ടാപ്പ് വെച്ചിട്ട് ഒട്ടിയെടുക്കാം. ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് ഇതുപോലെ തന്നെ ക്രീം ഇട്ടുകൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് ബാക്കി വരുന്ന നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ കേക്കിൻ്റെ ബാക്കിയുള്ള പീസൊന്ന് പൗഡർ ആക്കണം. അപ്പോൾ കൈ കൊണ്ട് തന്നെ പൊടിച്ചാലും മതി. എന്നിട്ട് അതൊരു ലെയറായിട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊരു ലെയറായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുറച്ചൊന്ന് സോക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തൊക്കെ നമ്മുടെ പുൾമിയപ്പ് കേക്ക് നല്ല ടേസ്റ്റാണ്. ഇനി കടിക്കാൻ വേണ്ടിയിട്ട് കേക്ക് തന്നുമ്പോൾ കുറച്ചൊന്ന് കടിക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ആക്കിയിട്ടുള്ള കടലക്ക മിഠായിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഡ്രൈ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അണ്ടി, കാഷ്യൂനട്ട്, മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫൈനലായിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ട് ചോക്ലേറ്റ് ഗനാഷി ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷി ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ ടോപ്പിലായിട്ട് കാരമൽ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ കുറച്ച് ഡെക്കറേഷൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് വെച്ചിട്ടും പിന്നെ കടലക്ക മിഠായി വെച്ചിട്ടുമാണ്. അതുകൂടെ ഇതിലേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അനൂസ് കിച്ചൻ ലാബ് എന്ന ഒരു അക്കൗണ്ട് ഉണ്ട്, അത് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ പുൾമിയപ്പ് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആ ഒരു ഗ്ലാസ് ഷീറ്റ് ഒന്ന് മെല്ലെ മേലോട്ടേക്ക് വലിച്ചിട്ട് മാറ്റിയിട്ട് നമുക്കിത് കഴിക്കാം. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുൾമിയപ്പ് കേക്ക്. അപ്പോൾ ട്രെൻഡിങ് ആണിപ്പോൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ സോസൊക്കെ കൂടിയിട്ട് തിന്നാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അവർ കടിക്കാൻ വേണ്ടിയിട്ട് അവർ നട്ട്സൊക്കെ ഇട്ടുകൊണ്ട്. ഇനി പുതിയ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും.